നിങ്ങളുടെ കുട്ടി സൈക്കിളിൽ നിന്ന് താഴെ വീണ് അവരുടെ മുട്ടുകാല് പൊട്ടി ചോര വരുന്നത് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ബാൻഡേഡ് എടുത്ത് നിങ്ങൾ അവിടെ ഒട്ടിക്കും. അതോടെ ആ പ്രശ്നം അവിടെ കഴിഞ്ഞു. വളരെ എളുപ്പമാണത് പരിഹരിക്കാൻ. എന്നാൽ അവർക്ക് പരീക്ഷയിൽ മാർക്ക് കുറയുമ്പോഴോ അല്ലെങ്കിൽ കൂട്ടുകാർ അവരെ മാറ്റി നിർത്തുമ്പോഴോ ഒക്കെ അവരുടെ മനസ്സിനേൽക്കുന്ന മുറിവുകൾക്ക് നിങ്ങൾ ഏത് ബാൻഡേഡ് ആണ് ഒട്ടിക്കാറുള്ളത്? ശാരീരികമായ മുറിവുകൾക്ക് മരുന്നിടുമ്പോഴും ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും കാണാതെ പോകാറാണ് പതിവ്. ഒരു പരാജയം ഉണ്ടാകുമ്പോൾ കുട്ടി അത് എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചില കുട്ടികൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് കരകയറി വരും. മറ്റു ചിലർ എനിക്കൊന്നിനും കഴിയില്ല, ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് എന്നൊക്കെ വിശ്വസിച്ച് ആകെ ഉൾവലിയും. ഇതാണ് പെസിമിസ്റ്റുകൾ അഥവാ നിരാശാവാദികളും ഒപ്റ്റിമിസ്റ്റുകൾ അഥവാ ശുഭാപ്തി വിശ്വാസികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. നിരാശാവാദികളായ കുട്ടികൾ ഈ മോശം കാര്യങ്ങളെ ശാശ്വതമായ ഒന്നായിട്ടാണ് കാണുന്നത്. അതായത്, ഈ പ്രശ്നം എക്കാലത്തും ഇങ്ങനെ തന്നെ ആയിരിക്കും, ഇതിനൊരു മാറ്റവും ഉണ്ടാകില്ല, മാത്രമല്ല ഇതെല്ലാം എന്റെ മാത്രം തെറ്റാണ് എന്നവർ വിശ്വസിക്കുന്നു. എന്നാൽ ശുഭാപ്തി വിശ്വാസികൾ അതിനെ ഒരു താൽക്കാലിക പ്രശ്നമായി മാത്രം കണ്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നു. ഈ ഒരു ഒപ്റ്റിമിസം കുട്ടികളിൽ എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിനെ പറ്റിയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇതൊരു വെറും ഉപദേശമല്ല, മറിച്ച് കുട്ടികളെ വിഷാദരോഗത്തിൽ നിന്ന് അകറ്റാനും ജീവിതത്തിൽ വിജയം കൈവരിക്കാനും സഹായിക്കുന്ന ഒരു സ്കില്ലാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് നമ്മൾ ഈ മാറ്റം തുടങ്ങേണ്ടത്? കുട്ടികളെ പിടിച്ചിരുത്തി ഉപദേശിക്കുന്നതിലൂടെ ഇത് സാധിക്കുമോ? ഉപദേശങ്ങൾ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് നമുക്കറിയാമല്ലോ. ഇവിടെ നമ്മൾ ആദ്യം മാറ്റേണ്ടത് നമ്മളെ തന്നെയാണ്. അതായത്, മുതിർന്നവരുടെ പെരുമാറ്റത്തിൽ നിന്നാണ് കുട്ടികൾ ഒപ്റ്റിമിസം പഠിച്ചെടുക്കുന്നത്. ഇതിനെ നമുക്കൊരു മിറർ ഇഫക്റ്റ് എന്ന് വിളിക്കാം. കുട്ടികൾ എപ്പോഴും നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. അവർ നമ്മളെ അനുകരിക്കാൻ അതിവിദഗ്ധരാണ്. കുട്ടികൾ ഒരു സ്പോഞ്ച് പോലെയാണെന്ന് പറയാറുണ്ടല്ലോ. നമ്മൾ പുറത്തുവിടുന്ന നല്ല കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ദേഷ്യത്തിന്റെയും നിരാശയുടെയും ആ ഒരു അഴുക്കുവെള്ളം കൂടിയും അവർ വളരെ വേഗത്തിൽ വലിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും പരാതി പറയുന്നവരാണെങ്കിൽ അവരും അത് തന്നെ പഠിക്കും. ഉദാഹരണത്തിന്, നമ്മൾ പുറത്തു പോകാൻ നേരം വീടിന്റെയോ വണ്ടിയുടെയോ താക്കോൽ കാണാതാകുന്നു എന്ന് കരുതുക. എന്താണ് അപ്പോൾ സംഭവിക്കുക? മിക്കവാറും അതൊരു വലിയ ബഹളമായിരിക്കും. വീട്ടിൽ ഒരു സാധനവും വെച്ച സ്ഥാനത്ത് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ പ്രശ്നമാകും. ആ സമയത്ത് കുട്ടികൾ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ടാകുമെന്ന് നമ്മൾ ഓർക്കണം. പ്രശ്നങ്ങൾ വരുമ്പോൾ ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന പാഠമാണ് അവർ അവിടുന്ന് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? താക്കോൽ കാണാതായപ്പോൾ, താക്കോൽ കാണാനില്ലല്ലോ, ചിലപ്പോൾ കഴിഞ്ഞ തവണത്തേതുപോലെ ഞാനത് റീഡിംഗ് റൂമിൽ വെച്ചിട്ടുണ്ടാകാം എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ വലിയൊരു മാറ്റമാണ്. അതുപോലെ ട്രാഫിക് ബ്ലോക്കിൽ പെടുമ്പോൾ എപ്പോഴും ഈ വഴിയിൽ ബ്ലോക്കാണല്ലോ എന്ന് പരാതി പറയുന്നതിന് പകരം വേറെ വഴിയിലൂടെ നമുക്ക് പോകാൻ പറ്റുമോ എന്ന് നോക്കാം. അല്ലെങ്കിൽ എന്തായാലും നമ്മൾ ഒരുമിച്ച് കാറിൽ ഉണ്ടല്ലോ, നമുക്കൊരു പാട്ട് കേൾക്കാം എന്നൊക്കെ പറയുന്നത് കുട്ടികൾ വേഗത്തിൽ ശ്രദ്ധിക്കും. പ്രതിസന്ധികൾ വരുമ്പോൾ പരാതിപ്പെടുന്നതിനേക്കാൾ നല്ലത് അതിനൊരു പരിഹാരം കണ്ടെത്താൻ പ്രവർത്തിക്കുന്നതാണ് എന്ന് ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ അവർ പഠിക്കുകയാണ്. നമ്മൾ വാക്കുകൾ കൊണ്ട് പറയുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ശക്തിയുണ്ട് നമ്മൾ പ്രവർത്തിച്ചു കാണിക്കുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കുട്ടികളോട് വാത്സല്യം പ്രകടിപ്പിക്കുക എന്നത്. അവരെ ചേർത്ത് പിടിക്കുക, ദിവസവും അവരോടൊപ്പം അല്പസമയം ചിലവഴിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ലോകം സുരക്ഷിതമാണെന്നും തങ്ങൾ സുരക്ഷിതരാണെന്നുമുള്ള തോന്നൽ കുട്ടികളിൽ ഉണ്ടാക്കും. ഒരു കുട്ടി ഒപ്റ്റിമിസ്റ്റ് ആകണമെങ്കിൽ അടിസ്ഥാനപരമായ ആ കുട്ടിക്ക് ആ സുരക്ഷിതത്വം അനുഭവപ്പെടണം. പക്ഷേ നമ്മൾ പോസിറ്റീവായിരിക്കാൻ ശ്രമിച്ചാലും മനുഷ്യന്റെ തലച്ചോർ എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങളെയാണല്ലോ ആദ്യം പിടിച്ചെടുക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ ദിവസം മുഴുവൻ നടന്ന നല്ല കാര്യങ്ങൾ മറന്നിട്ട് ആ ഒരു തെറ്റിനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മുതിർന്നവർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണല്ലോ. അതിന് ശാസ്ത്രീയമായ ഒരു കാരണമുണ്ട്. ഇതിനെ നെഗറ്റിവിറ്റി ബയാസ് എന്നാണ് സൈക്കോളജിയിൽ പറയുന്നത്. ചരിത്രാതീത കാലം മുതൽ മനുഷ്യൻ അങ്ങനെയാണ് പരിണമിച്ചു വന്നത്. ഒരു ഗുഹയിൽ ജീവിച്ചിരുന്ന കാട്ടുമനുഷ്യനെ സംബന്ധിച്ച് മനോഹരമായ ഒരു സൂര്യാസ്തമയം ആസ്വദിക്കുന്നതിനേക്കാൾ പ്രധാനം കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്ന ഒരു കടുവയെ ശ്രദ്ധിക്കുക എന്നതായിരുന്നു. ആ ജീവൻ നിലനിർത്താൻ അത് അത്യാവശ്യമായിരുന്നല്ലോ. അപകടങ്ങളെ മുൻകൂട്ടി കാണാനും അതിൽ നിന്ന് രക്ഷപ്പെടാനും ആ നെഗറ്റിവിറ്റി ബയാസ് നമ്മളെ സഹായിച്ചിരുന്നു. അതായത്, ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മുടെ തലച്ചോറിൽ രൂപപ്പെട്ട ഒരു പ്രോഗ്രാമിംഗ് ആണ് ഈ നെഗറ്റിവിറ്റി ബയാസ്. പക്ഷേ ഇന്നത്തെ കാലത്ത് ആ പഴയ ഭയങ്ങളുടെ ആവശ്യമില്ലല്ലോ. നമ്മളെ പിടിക്കാൻ കടുവയൊന്നും വരുന്നില്ല. എന്നിട്ടും കുട്ടികൾക്ക് ഒരു കണക്ക് പരീക്ഷയിൽ മാർക്ക് കുറയുമ്പോഴേക്കും അവരുടെ തലച്ചോറ് പഴയ പ്രോഗ്രാമിംഗ് വെച്ച് അതിനൊരു വലിയ അപകടമായി കാണുന്നു. ഇത് മാറ്റാൻ, ആ പഴയ ഹാർഡ്വെയർ മാറ്റാൻ നമ്മൾ ബോധപൂർവമായ ഒരു ശ്രമം നടത്തണം. കുട്ടികളുടെ തലച്ചോറിനെ പോസിറ്റീവായി ചിന്തിക്കാൻ പരിശീലിപ്പിക്കണം. ഇതിനെ ഹണ്ടിങ് ദ ഗുഡ് സ്റ്റഫ്സ് അഥവാ നല്ല കാര്യങ്ങളെ വേട്ടയാടുക എന്ന് പറയുന്നു. ഉദാഹരണത്തിന്, നടക്കാൻ പോകുമ്പോൾ അവരെ സന്തോഷിപ്പിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറയുക. അത് കൈവീശി കാണിക്കുന്ന ഒരു സുഹൃത്താകാം, മരത്തിലിരിക്കുന്ന ഭംഗിയുള്ള ഒരു പക്ഷിയാകാം.
അപ്പോഴിവിടെ ഒരു സംശയം ഉണ്ടാകാം. എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നോക്കാൻ പറയുന്നത് ഒരുതരം ടോക്സിക് പോസിറ്റിവിറ്റി ആകില്ലേ എന്നത്. അതായത് അവർക്ക് ശരിക്കും സങ്കടം വരുന്ന കാര്യങ്ങൾ നടക്കുമ്പോൾ അതൊക്കെ വിട്ടുകളയാം, പകരം നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കൂ എന്ന് പറയുന്നത് അവർക്ക് ദോഷം ചെയ്യില്ലേ എന്നൊരു സംശയം. പക്ഷേ ഈ ഒരു സമീപനത്തിന്റെ ലക്ഷ്യം മോശം കാര്യങ്ങളെ അവഗണിക്കാനോ സങ്കടങ്ങളെ ഇല്ലാതാക്കാനോ അല്ല. നമ്മുടെ തലച്ചോർ എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് നല്ല കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള തലച്ചോറിന്റെ സ്വാഭാവികമായ കഴിവ് നഷ്ടപ്പെടുന്നുണ്ട്. ആ കഴിവ് വർദ്ധിപ്പിക്കാനുള്ള ഒരു പരിശീലനം മാത്രമാണിത്. അതായത് ആ പഴയ നെഗറ്റിവിറ്റി ബയാസിനെ മറികടക്കാൻ. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നൊരു കാര്യമുണ്ട്. നമ്മുടെ തലച്ചോറിന് പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ കണക്ഷനുകൾ ഉണ്ടാക്കാനും കഴിയും. പോസിറ്റീവ് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ തലച്ചോറിൽ പുതിയ ന്യൂറൽ പാത്വേകൾ രൂപപ്പെടുന്നു. സങ്കടങ്ങളെയും പരാജയങ്ങളെയും നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം. പക്ഷേ ആ സങ്കടങ്ങൾക്കിടയിലും ചില നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ഒരു പേശീബലം നമ്മൾ തലച്ചോറിന് നൽകുകയാണ്. നെഗറ്റീവിനെ ഇല്ലാതാക്കുകയല്ല, മറിച്ച് തലച്ചോറിന്റെ ഒരു പുതിയ മസിൽ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഹണ്ടിങ്ങിന് പുറമെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു ഗുഡ് സ്റ്റഫ് ജേണൽ എഴുതുന്നതും വളരെ നല്ലതാണ്. അന്ന് നടന്ന ഒരു നല്ല കാര്യം, അതെങ്ങനെ സംഭവിച്ചു, അപ്പോൾ എന്ത് തോന്നി എന്നൊക്കെ അവരോട് ചോദിച്ചറിയാം. സ്കൂളിൽ വെച്ചൊരു കൂട്ടുകാരൻ അവരുടെ പെൻസിൽ താഴെ വീണപ്പോൾ എടുത്തു കൊടുത്തായിരിക്കാം ആ ചെറിയ നല്ല കാര്യം. അത് സംസാരിക്കുമ്പോൾ അവരുടെ ദിവസം അവസാനിക്കുന്നത് ഒരു പോസിറ്റീവ് ചിന്തയിലൂടെയായിരിക്കും. അടുത്തതായി, ജീവിതത്തിൽ വലിയ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ കുട്ടികൾ എങ്ങനെ പ്രതികരിക്കണം എന്നത് നമുക്ക് നോക്കാം. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ മാർട്ടിൻ സെലിഗ്മാന്റെ പുസ്തകത്തിൽ പറയുന്ന ABCDE എന്ന ട്രിക്ക് ഇതിനൊരു കൃത്യമായ പരിഹാരമാണ്. ഇതിൽ A എന്നത് പ്രതിസന്ധിയെ അല്ലെങ്കിൽ അഡ്വേഴ്സിറ്റിയെ സൂചിപ്പിക്കുന്നു. ഒരു കുട്ടി സ്കൂൾ ഫുട്ബോൾ ടീമിലേക്കുള്ള സെലക്ഷനിൽ പരാജയപ്പെടുന്നു എന്ന് വിചാരിക്കുക. അതാണ് A, അഥവാ അവിടെ നടന്ന വസ്തുത. ഇനി B എന്നത് വിശ്വാസങ്ങളാണ്, അതായത് ബിലീവ്സ്. ആ പരാജയത്തിന് ശേഷം കുട്ടി അവരോട് തന്നെ എന്ത് പറയുന്നു എന്നതാണ് ഇവിടെ പ്രധാനം. ആ കുട്ടികൾ ചിലപ്പോൾ വളരെ മോശമായിട്ടാകും സ്വയം വിലയിരുത്തുക. അതെ, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, എനിക്ക് ഫുട്ബോൾ കളിക്കാൻ തീരെ അറിയില്ല, ഇനി ഒരിക്കലും എന്നെ ആരും ടീമിൽ എടുക്കില്ല എന്നൊക്കെ അവൻ ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അഥവാ കോൺസിക്വൻസസ് ആണ് C. ആ മോശം ചിന്തയുണ്ടാക്കുന്ന ഫലം എന്തായിരിക്കും? സ്വാഭാവികമായും കുട്ടിക്ക് വലിയ സങ്കടം വരും, പുറത്തിറങ്ങി കളിക്കാൻ തന്നെ മടി കാണിക്കും, കൂട്ടുകാരിൽ നിന്ന് ഉൾവലിയും, ചിലപ്പോൾ ഫുട്ബോൾ എന്നേക്കുമായി ഉപേക്ഷിക്കാനും സാധ്യതയുണ്ട്. ഇവിടെയാണ് മാതാപിതാക്കളുടെ ഇടപെടൽ വേണ്ടത്. അതാണ് ഡിഡ് യു ഡിസ്പ്യൂട്ട് ഇറ്റ് അഥവാ ചോദ്യം ചെയ്യുക. കുട്ടി അവരുടെ മനസ്സിലുണ്ടാക്കിയെടുത്ത ആ നെഗറ്റീവ് ചിന്തയെ തെളിവുകൾ വെച്ച് ചോദ്യം ചെയ്യാൻ നമ്മൾ അവരെ സഹായിക്കണം. ഫുട്ബോൾ കളിയിൽ പരാജയപ്പെട്ട് വീട്ടിൽ വന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന കുട്ടിയോട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് അവനെ ചേർത്ത് പിടിച്ച് വിശ്വസിപ്പിക്കുക എന്നതാണ്. നിനക്ക് സെലക്ഷൻ കിട്ടാത്തതിൽ വലിയ വിഷമമായി എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് അവരുടെ വികാരങ്ങളെ പൂർണ്ണമായും അംഗീകരിക്കുക. അതായത് അതൊന്നും സാരമില്ല, അടുത്ത തവണ നോക്കാം എന്ന് പറഞ്ഞ ആ സങ്കടത്തെ ചെറുതാക്കി കാണിക്കരുത് എന്നർത്ഥം. അവരുടെ സങ്കടം വാലിഡേറ്റ് ചെയ്തതിന് ശേഷം അവരെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കണം. ഇന്ന് നീ ആ കളിയിൽ നന്നായി ചെയ്ത ഒരു കാര്യം എന്താണ്, എവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത് എന്നൊക്കെ ചോദിക്കാം. അതുപോലെ അടുത്ത തവണ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ നിനക്ക് എന്ത് മാറ്റം വരുത്താൻ കഴിയും? നിന്റെ സ്ഥാനത്ത് നിന്റെ കൂട്ടുകാരനാണ് ഇതേപോലെ പരാജയപ്പെട്ടു വന്ന് പറയുന്നതെങ്കിൽ നീ അവന് എന്ത് മറുപടിയായിരിക്കും കൊടുക്കുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. അത് വളരെ പവർഫുൾ ആയ ഒരു ചോദ്യമാണ്. കാരണം സുഹൃത്തുക്കളോട് നമ്മൾ എപ്പോഴും കരുണയോടെയാണ് സംസാരിക്കുക. അതൊന്നും സാരമില്ലടാ, നീ കഴിഞ്ഞ മാച്ചിൽ നന്നായി കളിച്ചതല്ലേ, നമുക്ക് കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ ആശ്വസിപ്പിക്കും. പക്ഷെ സ്വന്തം കാര്യത്തിൽ നമ്മൾ നമ്മളെ തന്നെ ക്രൂശിക്കും. ആ സുഹൃത്തിനോട് കാണിക്കുന്ന അതേ കരുണ തങ്ങളോട് തന്നെ കാണിക്കാൻ ഈ ചോദ്യം കുട്ടികളെ സഹായിക്കും. ഇത് കുട്ടികളിൽ മോശം ചിന്തകൾ വരുമ്പോൾ അത് അപ്പടി വിശ്വസിക്കാതെ ഒരു കുറ്റാന്വേഷകനെ പോലെ തെളിവുകൾ അന്വേഷിക്കാൻ അവരെ പ്രാപ്തരാക്കുകയാണ്. ഞാനൊന്നിനും കൊള്ളാത്തവനാണ് എന്ന ചിന്ത വരുമ്പോൾ അത് സത്യമാണോ, കഴിഞ്ഞ ആഴ്ച ഞാൻ നന്നായി കളിച്ചതല്ലേ എന്ന് ചിന്തിക്കാൻ അവർക്ക് കഴിയുന്നു. ഇങ്ങനെ തെളിവുകൾ കണ്ടെത്തി സ്വന്തം ചിന്തകളെ ചോദ്യം ചെയ്യുന്നതിലൂടെ തലച്ചോറിലെ പഴയ നെഗറ്റീവ് ന്യൂറൽ പാത്വേകൾ ദുർബലമാവുകയും പുതിയ ചിന്താരീതികൾ ശക്തിപ്പെടുകയും ചെയ്യും. അങ്ങനെ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ വീണ്ടും ശ്രമിക്കാനുള്ള ഒരു പുതിയ ഊർജം അവർക്ക് ലഭിക്കുന്നു. ഇതാണ് അവസാനത്തെ പടിയായ E അഥവാ എനർജൈസേഷൻ. ആ ഊർജം അവർക്ക് വലിയൊരു കരുത്താണ് നൽകുന്നത്. ഈ ABCD തന്ത്രം വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണല്ലോ. എന്നാൽ ദൈനംദിന ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ മാത്രമല്ല, ചെറിയ ചെറിയ പരാജയങ്ങളും വീഴ്ചകളും എപ്പോഴും ഉണ്ടാകാറുണ്ട്. മാതാപിതാക്കൾ എന്ന നിലയിൽ കുട്ടികളെ എപ്പോഴും സംരക്ഷിച്ചു നിർത്താനാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. അവർക്കൊരു ചെറിയ വിഷമം വരുന്നത് പോലും കാണാൻ നമുക്ക് ഇഷ്ടമല്ല.
പക്ഷേ ഈ പ്രൊട്ടക്റ്റീവ് ഇൻസ്റ്റിങ്സ് മാറ്റിവെച്ച് അവരെ അബദ്ധങ്ങൾ പറ്റാനും ചെറിയ പരാജയങ്ങൾ അനുഭവിക്കാനും അനുവദിക്കണം എന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. മാതാപിതാക്കൾക്ക് ഇതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. തിരക്കുള്ള റോഡിലേക്ക് ഓടുന്നത് പോലെയുള്ള യഥാർത്ഥ അപകടങ്ങളിൽ നിന്ന് കുട്ടികളെ നമ്മൾ സംരക്ഷിക്കണം. അത് വളരെ പ്രധാനമാണ്. എന്നാൽ അവർ ഓടിക്കളിക്കുമ്പോൾ വീഴുന്നതിൽ നിന്നോ പരീക്ഷയിൽ മാർക്ക് കുറയുന്നതിൽ നിന്നോ കൂട്ടുകാരുമായി വഴക്കിടുന്നതിൽ നിന്നോ എല്ലാം അവരെ എപ്പോഴും സംരക്ഷിക്കാൻ ശ്രമിക്കരുത്. ആ പരാജയങ്ങളെ ജീവിതത്തിന്റെ ഭാഗമായി കാണാനും അത് താൽക്കാലികമാണെന്ന് മനസ്സിലാക്കാനും അവർക്ക് ഈ ചെറിയ വീഴ്ചകൾ ആവശ്യമാണ്. കുട്ടികളുടെ മീതെ എപ്പോഴും വട്ടമിട്ട് പറന്ന് അവരെ എല്ലാത്തിൽ നിന്നും സംരക്ഷിക്കുന്നത് അവർക്ക് ദോഷമേ ചെയ്യൂ. ഒരു കുട്ടി ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കണക്കറിയില്ല എന്ന് പറഞ്ഞാൽ അതിനെ തിരുത്തി എനിക്കിതുവരെ കണക്ക് നന്നായി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാറ്റി പറയാൻ പരിശീലിപ്പിക്കണം. ആ ഒരു വാക്ക് അവിടെ ചേർക്കുമ്പോൾ ഭാവിയിൽ എനിക്കിത് പഠിച്ചെടുക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ അവർക്ക് ലഭിക്കുന്നു. അതൊരു വളർച്ചയുടെ മാനസികാവസ്ഥ അഥവാ ഗ്രോത്ത് മൈൻഡ് സെറ്റ് അവരിൽ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കുട്ടികൾക്ക് കളിക്കാൻ അവസരം നൽകുക എന്നത്. വെറുതെയുള്ള കളികൾ അഥവാ പ്രീ പ്ലേ അവർക്ക് സ്വന്തമായി നിയമങ്ങൾ ഉണ്ടാക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള കഴിവ് നൽകുന്നു. അവിടെ മുതിർന്നവർ അധികം ഇടപെടാൻ പാടില്ല. അവർ കൂട്ടുകാരുമായി വഴക്കിടുമ്പോൾ അത് അവർ തന്നെ സംസാരിച്ച് പരിഹരിക്കണം. അത് അവരുടെ സോഷ്യൽ സ്കിൽസ് വർദ്ധിപ്പിക്കും. ദൈനംദിന ജീവിതത്തിൽ ചെയ്യാവുന്ന വേറെയും ചില രസകരമായ ശീലങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. സൂപ്പർ മാർക്കറ്റിലെ വരിയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ബോറടി മാറ്റാൻ അവരോട് പുതിയ ക്ലാസിനെ കുറിച്ച് സംസാരിക്കുക. അതൊരു തരം ശ്രദ്ധ തിരിക്കലും ചിന്തയെ മാറ്റലുമാണ്. അതുപോലെ ദിവസവും ഒരു 5 മിനിറ്റ് അവരെ കൊണ്ട് ധ്യാനം ചെയ്യിക്കുക. അതുപോലെ ഡീപ് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യിക്കുക. പതുക്കെ ദീർഘമായി ശ്വാസമെടുത്ത് പുറത്തേക്ക് വിടുക. അല്ലെങ്കിൽ കണ്ണടച്ച് അവർക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക്, ഒരു കാട്ടിലേക്കോ കടൽ തീരത്തേക്കോ സങ്കല്പത്തിൽ ഒരു യാത്ര പോവുക എന്നതൊക്കെ ചെയ്യാം. കൂടെയുള്ളവരോട് നന്ദി രേഖപ്പെടുത്തുന്ന ശീലം അവരിൽ വളർത്തിയെടുക്കുന്നതും ഒപ്റ്റിമിസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ ശുഭാന്ത്യമുള്ള സിനിമകൾ കാണാൻ പ്രേരിപ്പിക്കുക. അവർ സ്ക്രീനിൽ മോശം പ്രോഗ്രാമുകൾ കാണുന്നില്ലെന്ന് ഉറപ്പാക്കുക. കുട്ടികൾക്ക് പറ്റുന്ന അബദ്ധങ്ങളോട് തമാശ രൂപത്തിൽ പ്രതികരിക്കാൻ ശ്രമിക്കുക. കുട്ടികൾ അടുക്കളയിൽ നമ്മളെ എന്തെങ്കിലും സഹായിക്കുമ്പോൾ കയ്യിൽ നിന്ന് എന്തെങ്കിലും താഴെ പോയാൽ നമ്മൾ പ്രൊഫഷണൽ ഷെഫുകളല്ലാത്തത് നന്നായി, അല്ലെങ്കിൽ നമ്മളെ അവർ ജോലിയിൽ നിന്ന് പുറത്താക്കിയേനെ എന്നൊക്കെ പറയാം. ഈ ചെറിയ തമാശകളും ചിരികളും കുട്ടികൾക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. തെറ്റുകൾ സംഭവിക്കാം, അത് ലോകാവസാനമല്ല എന്ന പാഠമാണ് അവർ അതിലൂടെ പഠിക്കുന്നത്. അടുത്തതായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം കുട്ടികളെ പ്രശംസിക്കുമ്പോഴാണ്. വ്യാജമായ പ്രശംസകൾ പൂർണ്ണമായും ഒഴിവാക്കുക. നീ എല്ലാത്തിനും മിടുക്കനാണ്, നിനക്കെല്ലാം ചെയ്യാൻ കഴിയും എന്ന് വെറുതെ പറയരുത്. അതിനു പകരം അവരുടെ യഥാർത്ഥ പരിശ്രമങ്ങൾ വേണം പ്രശംസിക്കാൻ. ആ വലിയ പസിൽ സോൾവ് ചെയ്യാൻ നീ കാണിച്ച ആ ക്ഷമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ ശ്രദ്ധിക്കണം. അത് അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കിയാൽ ശുഭാപ്തി വിശ്വാസം എന്നത് ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു ലക്ഷണമല്ല, മറിച്ച് പരിശീലനത്തിലൂടെ നേടിയെടുക്കാവുന്ന ഒരു സ്കില്ലാണെന്ന് വ്യക്തമാണ്. ഈ മാറ്റങ്ങൾ ഒറ്റയടിക്ക് ഒരു മാജിക് പോലെ ഉണ്ടാകുന്നതല്ല എന്നും ഓർക്കണം. നിരന്തരമായ പരിശീലനത്തിലൂടെ അവരുടെ തലച്ചോറിന്റെ ഘടനയിൽ തന്നെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. സ്വന്തം ചിന്തകളെ ചോദ്യം ചെയ്യാൻ പഠിക്കുമ്പോൾ സ്വയം പ്രതിസന്ധികളെ മറികടക്കാൻ അവർ പ്രാപ്തരാകുന്നു. അങ്ങനെ കുട്ടികളെ ശുഭാപ്തി വിശ്വാസികളാക്കാൻ നിരന്തരം ശ്രമിക്കുന്നതിലൂടെ കാലക്രമേണ നമ്മൾ പോലും അറിയാതെ നമ്മുടെ സ്വന്തം തലച്ചോറിന്റെ ഘടനയും മാറിമറിയുകയും നമ്മളും പൂർണ്ണമായ ശുഭാപ്തി വിശ്വാസികളായി, അതായത് ഒരു ആക്സിഡന്റൽ ഓപ്റ്റിമിസ്റ്റായി മാറുകയും ചെയ്യുന്നു. പരാജയങ്ങളെയും വിട്ടുവീഴ്ചകളെയും ധൈര്യത്തോടെ നേരിടാൻ ഈ കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. നമുക്ക് വീണ്ടും കാണാം.